നമുക്കിന്ന് ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറി തയ്യാറാക്കിയാലോ. ഇതിനായി നമുക്ക് വേണ്ടുന്നത് പച്ച കുരുമുളകാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. നന്നായി തന്നെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. മൺചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. സവാളയെല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. സവാളയെല്ലാം നന്നായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കുരുമുളകിൻ്റെ പച്ച കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിയെല്ലാം നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി. ചാളമീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കറി തിളച്ചപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും മീൻ കറിയെല്ലാം നന്നായി ഒന്ന് കുറുകി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയെല്ലാം നന്നായി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഈ സമയം നമുക്ക് ഇതിന് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാവുന്നതാണ്. കറിയെല്ലാം നന്നായി ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്